ഈ ഒരു കറി ഉണ്ടല്ലോ ചോറിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ ഒരു കൊതിപ്പിക്കുന്ന മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് വേറെ ഒന്നുമല്ല, ചെറുപയർ പരിപ്പും മാങ്ങയും കൂടി ഇട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ കറിയാണ്. ഉണ്ടാക്കാനാണേലും ഒരുപാട് സിമ്പിളുമാണ്. എണ്ണയൊഴിച്ച് അതിലേക്ക് കടുകിട്ട് 1-2 വറ്റൽമുളക് ചേർത്ത് കൊടുത്ത് കുറച്ച് വീതം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് 2-3 ഗ്രീൻ ചില്ലീസും ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി കഴിഞ്ഞ് അതിലേക്ക് ഒരു ചെറിയ സവോള ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി ഇതുപോലെ നല്ലതായിട്ട് തന്നെ വഴറ്റിയെടുക്കണം സവോള ഇട്ട് കഴിയുമ്പോൾ. അതിനുശേഷം ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു ചെറിയ സൈസ് മാങ്ങ കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായം, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാങ്ങ വെന്ത് കിട്ടാനുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് സമയം അടച്ചു വെച്ച് ലോ മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതെല്ലാം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളയ്ക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ, കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പിന്നെ ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഈ ഒരു റെസിപ്പി. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ.